സുരേഷിയുടെ രാജ്യ താല്പര്യത്തിനായി പ്രതിപക്ഷം ഭരണപക്ഷത്തോടൊപ്പം സഹകരിക്കണമെന്നാണ് ശശി തരൂരിന്റെ പുതിയ കമന്റ്. ഇത്രയും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു എംപിയെ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ ഇനി സഹിക്കേണ്ട കാര്യമുണ്ടോ പാർട്ടി? സഹിക്കേണ്ട കാര്യമില്ല, പക്ഷെ അവർക്ക് സഹിക്കാതിരിക്കാനും പറ്റില്ല. അതാണ് അവസ്ഥ. ശശി തരൂരിനെ ഇപ്പം പുറത്താക്കുക, ശശി തരൂരിന് വേണ്ടത് അവർ ശശി തരൂരിനെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ശശി തരൂരിന് വേണ്ട ഒരു ആവശ്യം. അവർ ശശി തരൂരിനെ പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ കൂളായിട്ട് ബി ജെ പിയുടെ ഭാഗമായിട്ട് മാറും. ബി ജെ പി അയാൾക്ക് നല്ലൊരു പൊസിഷനും കൊടുക്കും. അയാൾക്ക് വേണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ നല്ലൊരു സ്ഥാനം കൊടുക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ അയാളെ മത്സരിപ്പിക്കാം. അത് അവർക്കൊരു നേട്ടവും ഉണ്ടാവും. അതാണ് ശശി തരൂർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അയാളെ എടുത്ത് പുറത്ത് കളയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ടാണ്. കളയാതിരിക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുവിൽ ഇരിക്കുന്ന ഒരവസ്ഥയിൽ കോൺഗ്രസ് നിലവിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇത് തരണം ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യണം, അതുകൊണ്ടാണ് അവർ വാ തുറക്കാതെ തന്നെ ഇരിക്കുന്നത്. തരൂർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പൊക്കോട്ടെ എന്നുള്ളൊരു ലൈനിലിരിക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. അവർക്ക് പെട്ടെന്ന് ശശി തരൂരിനെ പുറത്താക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഒരു വീഴ്ചയും കൂടെ അല്ലേ ഒരു ഇങ്ങനെ നിരന്തരം ഒരു സംഘടനയ്ക്കെതിരെ അതിനകത്ത് നിന്ന് തന്നെ ഒരു നേതാവ് വെല്ലുവിളി ഉയർത്തുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കാലത്തും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശീയ തലത്തിൽ അതിന് ശക്തമായ ഒരു നേതൃത്വമില്ല എന്നുള്ളതാണ്.